ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളും ട്രൈ ചെയ്തു ഫ്രഷ് ക്രീമും ഹണിയും യൂസ് ചെയ്തിട്ടുള്ള ഡെസേർട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. നമുക്ക് ഹണി വേണം, ഫ്രഷ് ക്രീം വേണം, ബ്രെഡ് വേണം. അപ്പോൾ തുടങ്ങിയാലോ. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം തന്നെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഈ സംഭവം ഇപ്പോൾ വൈറലാണ്, ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. എനിക്ക് ആക്ച്വലി നല്ലോണം ഇഷ്ടമായി. ബ്രെഡ് മുക്കി കഴിക്കാനാണ് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത്, ബട്ട് നമ്മളത് ബ്രെഡിൽ സ്പ്രെഡ് ആക്കിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് എന്ത് ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്യാം. മിക്സ് മിക്സ് മിക്സ്. ഇത് ആക്ച്വലി ബ്രെഡിൽ സ്പ്രെഡ് ചെയ്തോളണമെന്നില്ല കേട്ടോ. ആ ക്രീം തന്നെ ഒറ്റയ്ക്ക് കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. മക്കൾ ഐസ്ക്രീം കഴിക്കുന്ന പോലെയൊക്കെ ഇവിടെ കഴിച്ചു നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സാധനം ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇതൊരു പൊളിയായിട്ടും തന്നെ. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇതാ കുത്തിപ്പൊക്കിയൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. നേരം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്നുള്ളതാണ് കക്ക് ഈ രാത്രി ആയിക്കഴിഞ്ഞാൽ ഒന്ന് പുറത്ത് കൊണ്ടുപോകൽ. അങ്ങനെ ഏതായാലും ഇതാ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷനോ ഉദ്ദേശങ്ങളോ ഒന്നുമില്ല. ഏതായാലും പോണ വഴി ഇതൊക്കെ എൻ്റെ ഓഫീസിനടുത്ത് ഒരു അടിപൊളി ഷവർമ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. ഞങ്ങൾ അവിടെ ഇറങ്ങിയതാണ്. ഇവിടുത്തെ പ്രത്യേകത കേട്ടോ, ഈ ബ്രെഡിൻ്റെ ഷേപ്പ് കണ്ടില്ലേ, ഇത് അവർ തന്നെ കുക്ക് ചെയ്യുന്ന ഒരു ബ്രെഡാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ചട്നിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ഷവർമയാണ്. അത് കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഒരു ഷവർമേനെ. ഭയങ്കര ഫില്ലിംഗ് ആക്കി നമ്മുടെ സ്റ്റൊമക്ക് ഫില്ലാവുമൊന്നുമില്ല. ബട്ട് എപ്പോഴെങ്കിലും ഒരു ഇടക്കാലാശ്വാസത്തിന് നമുക്ക് കഴിക്കാം. ഏതായാലും അതൊക്കെ കഴിഞ്ഞതാ മക്കൾ നല്ലോണം എൻജോയ് ചെയ്തിരുന്നുണ്ട്. നമ്മൾ തിരിച്ചും പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ലാതെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിങ്ങനെ പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഓർത്തെ ഗ്രോസറി ഷോപ്പിങ്ങിന് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ നമ്മളിതാ അപ്പോൾ കണ്ട ലുലുവിൽ നമ്മൾ കയറി. ഇങ്ങനെ ഗ്രോസറി വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ സ്ട്രോളർ എടുക്കാറില്ല കേട്ടോ. കാരണം കാർട്ടും എടുക്കണം, സ്ട്രോളറും എടുക്കണം. പിന്നെ 2 പേർക്കും കാർട്ട് കണ്ടു കഴിഞ്ഞാൽ സ്ട്രോളറിൽ ഇരിക്കില്ല, കാർട്ടിൽ കയറിയിരിക്കണം. അതുകൊണ്ട് പിന്നെ സ്ട്രോളർ എടുക്കലില്ല. അങ്ങനെ നമ്മൾ സാധനങ്ങൾ എടുക്കൽ തുടങ്ങി. അതിനിടയിലേക്ക് അതാ ഒരു ഡ്രിങ്ക് എടുത്തുകൊണ്ടുവന്നു. ബില്ല് ചെയ്യുന്ന മുന്നേ കുടിക്കാൻ തുടങ്ങി. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു മൊയ്റ്റോ ഫീൽ ഉണ്ടായിരുന്നു അത്. ബില്ല് ചെയ്യുന്ന ടൈമിൽ ഇതാ ഒരാൾക്ക് ഇവിടെ ഇതാണ് പണി. നമ്മൾ സാധാരണ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇവർ 2 പേരെയും എടുക്കാറില്ല കേട്ടോ. കാരണം ഈ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് സാധനങ്ങൾ എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് തരില്ല. അവരെ വേറെ സാധനങ്ങൾ എടുത്ത് കാർട്ട് നിറക്കും. അപ്പോൾ സാധാരണ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഞങ്ങൾ ഇക്കാൻ്റെ ബ്രദർ ഇവിടെ ഉണ്ട്. അപ്പോൾ കാക്കാൻ്റെ അടുത്ത് ആക്കലാണ് ഇവരെ 2 പേരെയും. ഇന്നിപ്പോൾ 1-2 സാധനങ്ങളൊക്കെ എടുക്കാനുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ അവരേറ്റ് പോയത്. എന്നാലും വലിയ അലമ്പില്ലാതെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു. ഇതാ ഹാപ്പിയായി. അവരും ഒന്ന് പുറത്തിറങ്ങിയതിൽ ഹാപ്പിയായി. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി.